നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ? രഞ്ജിത്ത് മണി. കലാമണിയുടെ ആരെങ്കിലും പെങ്ങടമാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത് പടം? ഞാൻ ആദ്യം അഭിനയിച്ച പടം മമ്മൂക്കയുടെ സഹോദരി അഷ്കർ നായകനെ വള്ളിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ ജിബിൻ സാർ ഡയറക്റ്റ് ചെയ്തു. പിന്നെ മമ്മി സെഞ്ചർ ഡയറക്റ്റ് ചെയ്ത സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞ പടം ചെയ്തിരുന്നു. ലേറ്റസ്റ്റ് റിലീസായത് സ്വർഗത്തിലെ കട്ടുമുണ്ട്. ജസ്പാൽ സാർ ഡയറക്റ്റ് ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഇവിടെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചത്. പിന്നെ ശങ്കർ സാർ പ്രൊഡ്യൂസ് ചെയ്ത എഴുത്തുപോല എന്ന് പറഞ്ഞ പടം. പിന്നെ ചെയ്യുന്ന പടമാണ് ഈ രാജകന്യക. ഈ സിനിമയിൽ റോയി എന്ന് പറഞ്ഞ നല്ലൊരു കഥാപാത്രത്തെ അതിൽ അവതരിപ്പിക്കും. അത് റിലീസായിട്ടില്ല? ഇല്ല, റിലീസാണ് ഈ വരുന്ന ഓഗസ്റ്റ് 1-ം തീയതിയാണ് ഈ സിനിമ റിലീസാവുന്നത്. പിന്നെ മണിച്ചേട്ടൻ്റെ കഴിവുകൾ എന്തെങ്കിലും? തീർച്ചയായും ഞാനും ഒരു മ്യൂസിക് കലാകാരനാണ്. കലാഭവനിൽ ഉണ്ടായിരുന്നു. 2010 വരെ കലാഭവനിൽ ഉണ്ടായിരുന്നു. മിമിക്രിയിൽ നിന്നാണ് ഈ മാമനൊക്കെ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ് പോയതിന് ശേഷമാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? പിന്നെ തീർച്ചയായും ഞാൻ മിമിക്രി ആയതുകൊണ്ട് ഞാനേ സിദ്ദിഖ് ലാൽ സാറിൻ്റെ പാട്ട് പാടുന്നത് ഹണീബിയിലൊരു പാട്ട് അദ്ദേഹത്തിൻ്റെ വോയിസിൽ പാട്ട് പാടും. മനസ്സിൽ കുഴക്കെടുപ്പുണ്ട് ശകനായി കേൾക്കുന്നു പന്ത് തപ്പല്ല പെരുക്കെടുക്കൂടെ സോറങ്കി പാടുന്നു കണ്ട് ബലബല മുഴക്കട സതിര് തെച്ച് പട്ടിയിലും മയങ്കടറാവൻ നാളെ വിളുക്കണ നേരെ കാത്ത് വർണ്ണക്കരവുകൾ നെയ്യടമാരൻ. ഇവനാണ് ചക്കപ്രദം തട്ടൻ. ഇവനാണ് തടൻ.